So, very good morning to all. So, in the last class, we have seen the small signal model of a common source amplifier. So, in this class, we are going to study about the small signal analysis of a common source amplifier. So, this is a common source amplifier circuit. Okay, that is the source is common to both input and output, and it is having a voltage divider circuit. So we are going to analyze the small signal model of this common source amplifier. Okay, so this is an n-channel enhancement common source amplifier with the voltage divider circuit. Okay, and the input Vi, അതായത് AC input Vi is supplied between the source and the gate. ഗേറ്റും ഇതിന്റെ മൂന്ന് ടെർമിനൽസ് ഏതൊക്കെയായിരുന്നു? ഡ്രെയിൻ ടെർമിനൽ, this is the gate terminal, and this is the source terminal. So the input Vi is applied between the gate and source, and the output is taken across drain and source. Okay, ഇൻപുട്ട് ഗേറ്റിന് സോഴ്സിന് അക്രോസ് വി ഐ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു. ഔട്ട്പുട്ട് ഇസ് ടേക്കൺ ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ് ടെർമിനൽ. സോ ദ സോഴ്സ് ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ഇറ്റ് ഈസ് എ കോമൺ സോഴ്സ് ആംപ്ലിഫയർ. ആൻഡ് ഹിയർ വി ഹാവ് യൂസ്ഡ് ദ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്, ആൻഡ് ദ റെസിസ്റ്റൻസ് R1 and R2 will act as a voltage divider resistors, and RD is the drain resistance, and RS is the source resistance, and RL is the load resistance. And you can see here the coupling capacitor CG is given to the gate terminal, and another coupling capacitor CD is placed in the output terminal, drain terminal. Okay, so CG and CD are the coupling capacitors, and CS is the bypass capacitor which is placed in the source terminal. Okay, so here the source is common to input and output. CG and CD are the coupling capacitor, CS is the bypass capacitor, R1 and R2 is the voltage divider resistors, RD is the drain resistance, and RL is the load resistance. Okay, so നമ്മൾ മുൻപ് ബി ജെ ടിയുടെ കേസിൽ ഡി സി അനാലിസിസും അതുപോലെ എ സി അനാലിസിസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡി സി അനാലിസിസിന്റെ കേസിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? എ സി ഇൻപുട്ട് റിമൂവ് ചെയ്യുന്നു, അതുപോലെ അവിടെയുള്ള കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും ഒക്കെ എന്ത് ചെയ്യാണ്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഡി സി അനാലിസിസ് നടത്തുന്ന സമയത്ത് ഈ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് മാത്രമേ അതിലുണ്ടാവുള്ളൂ, അല്ലേ? ഇത്രയും പാർട്ട് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, അതൊക്കെ എന്താവും? ഓപ്പൺ സർക്യൂട്ടായി പോവും. ദെൻ ദ ഇൻപുട്ട്, അതായത് ഇൻപുട്ട് ഇത് എ സി ഇൻപുട്ട് ആണ്, അതും ഓപ്പൺ സർക്യൂട്ട് ആവും. സോ നമ്മുടെ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് മാത്രമേ അതിൽ അവശേഷിക്കുള്ളൂ ഇൻ കേസ് ഓഫ് ഡി സി അനാലിസിസ്. ബട്ട് ഇൻ കേസ് ഓഫ് എ സി അനാലിസിസ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? എല്ലാ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും എന്ത് ചെയ്യും? അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡി സി സപ്ലൈ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയായിരുന്നു നമ്മൾ എ സി അനാലിസിസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ സ്മോൾ സിഗ്നൽ അനാലിസിസ് ആർ: ഫസ്റ്റ് വൺ ഈസ് ഡ്രോ ദ എ സി ഇക്വലന്റ് സർക്യൂട്ട്, അതായത് ഈ ഒരു സർക്യൂട്ടിന്റെ എ സി ഇക്വലന്റ് സർക്യൂട്ട് വരക്കണം, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, റീപ്ലേസ്ഡ് മോസ്ഫെറ്റ് ബൈ ഇസ് സ്മോൾ സിഗ്നൽ മോഡൽ. ഈ മോസ്ഫെറ്റിനെ അതിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സ്മോൾ സിഗ്നൽ മോഡൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് അനാലിസിസ് ഓഫ് സ്മോൾ സിഗ്നൽ മോഡൽ. സ്മോൾ സിഗ്നൽ മോഡൽ വരച്ചിട്ട് ഈ ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരച്ചിട്ട് അതിനെ അനാലിസിസ് ചെയ്തിട്ട് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ലൈക്ക് വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡ്രോ ദ എ സി ഈക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്, അല്ലേ? അപ്പോൾ എ സി ഈക്വലന്റ് സർക്യൂട്ട് വരക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അതിലുള്ള ഡി സി സോഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യും. അതായത് ഡി സി സപ്ലൈ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ ഇവിടെ ഒരു വി ഡി ഡി ഉണ്ടല്ലോ, അതൊരു ഡി സി സപ്ലൈ ആണല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ചെയ്യണം. അപ്പോൾ ഈ വി ഡി ഡി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു?
ഗ്രൗണ്ട് ചെയ്തു, വേറെ DC സപ്ലൈ ഇല്ല. ഓക്കെ, നൗ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ഇവിടെയുള്ള കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും ഒക്കെ ഷോർട്ട് സർക്യൂട്ട് ആക്കണം. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓക്കെ, another coupling capacitor drain terminal CD എന്ന് പറയുന്ന അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. then third one is bypass capacitor CS ഉണ്ട്, ആ CS എന്ന് പറയുന്ന bypass capacitorനെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓക്കെ, ഇത് മൂന്ന് ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താ, അൾട്ടിമേറ്റ്ലി ഈ RS എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവുമോ? ഇല്ല. എന്താ കാരണം? കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇവിടെ എന്താ, CS എന്ന് പറയുന്ന ഈ ബൈപ്പാസ് കപ്പാസിറ്ററിനെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോഴെന്താ, ഈ ഒരു റെസിസ്റ്റൻസിന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ല, കാരണം ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, ഈ ഒരു പാർട്ടിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്തു പോകും. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ട്, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ, വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റർ R1 R2 ഉണ്ട്, RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ്, RS എന്ന് പറയുന്ന സോഴ്സ് റെസിസ്റ്റൻസിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല, കാരണം ഇവിടെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട്. ദെൻ RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസ്. ഇത്രയാണ് ഈ ഒരു സർക്യൂട്ടിൽ പിന്നെ ബാക്കി ഉണ്ടാവും. പിന്നെ ഇൻപുട്ട് VI. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ടിനെ ഞാൻ റീഡ്രോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ നമ്മുടെ R1 R2 എന്ന് പറയുന്ന വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ ഞാൻ ഈ R1 പാരലൽ R2നെ ഞാൻ RG എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു ഇവിടെ. ഓക്കെ, ഈ R1 പാരലൽ R2 എന്നുള്ളതിന് പകരം ഞാൻ ഇവിടെ RG എന്ന് എടുത്തു. ഓക്കെ, സോ റിമൈനിങ് സർക്യൂട്ട് നിങ്ങളൊക്കെ ഇൻപുട്ട് ഇവിടെ ഒരു RG വരും, ഇവിടെ എന്താ, ഈ RSന്റെ എഫക്റ്റ് ഉണ്ടാവില്ല, സോറി RSന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ കം ലൈക്ക് ദിസ്. ഓക്കെ, സോഴ്സ് റെസിസ്റ്റൻസ് ഇല്ല, സോ ഇറ്റ് വിൽ കം ലൈക്ക് ദിസ്. then RD ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, RD ഗ്രൗണ്ട് ചെയ്തു. then ഇവിടെ എന്താ, പിന്നെയുള്ളത് RL ആണ്, RL എന്താ, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, RL ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ AC ഇക്വലന്റ് സർക്യൂട്ട്. ഇതാണ് നമ്മുടെ AC ഇക്വലന്റ് സർക്യൂട്ട്, അതായത് നമ്മൾ കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ AC ഇക്വലന്റ് സർക്യൂട്ട് ഇവിടെ വരച്ചു. സോ ദിസ് ഈസ് സ്റ്റെപ്പ് 1. ഇവിടെ എന്താ, നമ്മൾ RG എന്ന് പറയുന്നത് എന്താ, R1 പാരലൽ R2 വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ആയിട്ടുള്ള R1 പാരലൽ R2 ആണ് ഇവിടെയുള്ള RG. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മൾ അതിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, AC ഇക്വലന്റ് സർക്യൂട്ട് വരക്കുക. AC ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, സ്മോൾ സിഗ്നൽ മോഡൽ വരക്കണം. അപ്പോൾ ഇവിടെയുള്ള RSന്റെ എഫക്റ്റ്, ഇത് ഞാൻ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഈ RSന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, RS ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു AC ഇക്വലന്റ് സർക്യൂട്ടിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ നമുക്ക് വരക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു മോസ്ഫെറ്റിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ എന്ന് പറഞ്ഞാൽ. ഇതാണ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. ഇതാണ്, അതായത് ഗേറ്റ് സോഴ്സ് ടെർമിനൽ, ഇവിടെയുള്ള വോൾട്ടേജ് VGS, ദെൻ ഒരു കറണ്ട് സോഴ്സ് GM × VGS, ദെൻ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് R0 അറ്റ് ദ ഔട്ട്പുട്ട് ടെർമിനൽ, ഡ്രെയിൻ സോഴ്സ് ടെർമിനലിന് അക്രോസ് R0 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഈ ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ ഞാൻ ഇവിടെ വരക്കാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യം എന്താണ് വരുന്നത്, ആദ്യം നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് VI എന്ന് പറയുന്ന ഇൻപുട്ടാണ് വരുന്നത് അല്ലേ. സോ ആ ഇൻപുട്ട് VI ഞാൻ ഇവിടെ വരക്കുകയാണ്. VI എന്ന് പറയുന്ന ഇൻപുട്ട് ഞാൻ ഇവിടെ വരച്ചു. പിന്നെ അതിനുശേഷം എന്താ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് RG എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വരികയാണ് അല്ലേ. സോ RG എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഞാൻ ഇവിടെ വരച്ചു. RG എന്ന് പറയുന്ന റെസിസ്റ്റൻസും വരച്ചു. ഇനി എന്താ, നെക്സ്റ്റ് പാർട്ട് എന്താ വരുന്നത്, നമ്മുടെ മോസ്ഫെറ്റ് ആണ് വരുന്നത്. ആ മോസ്ഫെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്മോൾ സിഗ്നൽ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സോ അത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും, ഇവിടെ ഒരു കറണ്ട് സോഴ്സ്, ദെൻ ഒരു റെസിസ്റ്റൻസ് R0 എന്ന് പറയുന്ന ചാനൽ ലെങ്ത് മോഡുലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, ദിസ് ഈസ് R0, ദിസ് ഈസ് GM × VGS. ഇതെന്തായിരിക്കും, ദിസ് വിൽ ബി
VGS. Okay, this will be the source alla, this will be the gate terminal, this will be the drain terminal, and this downside it will be the source terminal. ഇതായിരിക്കും 3 ടെർമിനൽസ്. അപ്പോൾ എന്താ, നമ്മളിവിടെ മോസ്ഫെറ്റിന്റെ പാർട്ടും കൂടി കഴിഞ്ഞു. ദെൻ മോസ്ഫെറ്റിന്റെ പാർട്ട് കഴിഞ്ഞിട്ട് പിന്നെന്താ വരുന്നത്, 2 റെസിസ്റ്റൻസ് നമ്മൾ വരുന്നുണ്ട് അല്ലേ, ഡ്രെയിനും ഗ്രൗണ്ടും തമ്മിൽ. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരച്ചു. അതാണെന്ത്, RD. ദെൻ ഒരു ലോഡ് റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഡ്രെയിനും ഗ്രൗണ്ടും തമ്മിൽ. ദെൻ നമ്മുടെ ഔട്ട്പുട്ട് V0 എന്ന് പറയുന്ന ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് ദ സ്മോൾ സിഗ്നൽ മോഡൽ ഓഫ് എന്താണ്, നമ്മളിവിടെയുള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയർ. ഈ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സ്മോൾ സിഗ്നൽ മോഡലാണ് ഇവിടെ നമ്മളിപ്പം വരച്ചിരിക്കുന്നത്. അത് നീറ്റായിട്ട് വരച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെയിം തന്നെയാണ്. ഒരു ഇൻപുട്ട് VI, ദെൻ RG എന്ന് പറയുന്ന വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ്, അതായത് R1 പാരലൽ R2 നെ RG ആയിട്ട് എടുത്തു. ദെൻ നമ്മുടെ സ്മോൾ സിഗ്നൽ മോഡൽ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ഡ്രെയിനിലുള്ള റെസിസ്റ്റൻസ് RD, ദെൻ ലോഡ് റെസിസ്റ്റൻസ് RL. സോ ഇത്രയാണ് നമ്മുടെ സ്മോൾ സിഗ്നൽ മോഡൽ വരുന്നത്. സെയിം സർക്യൂട്ട് തന്നെ ഒന്ന് മാറ്റി വരച്ചിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, AC ഇക്വലന്റ് സർക്യൂട്ട് വരക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, സ്മോൾ സിഗ്നൽ മോഡൽ വരക്കണം. അപ്പൊ അത് രണ്ടും ഇവിടെ കഴിഞ്ഞു. നൗ തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, നമുക്ക് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, ഇതിന്റെ അനാലിസിസ് നടത്തണം. എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം. വൺ ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, സെക്കൻഡ് വൺ ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് വോൾട്ടേജ് ഗെയിൻ. ഈ 3 പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് കാണുന്നത്? ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താ, ഇൻപുട്ട് സൈഡിൽ നിന്ന് ഗേറ്റ് ടെർമിനലിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ഇൻപുട്ട് സൈഡിൽ നിന്ന് ഗേറ്റ് ടെർമിനലിലേക്ക് നോക്കുമ്പോൾ ഏതാ റെസിസ്റ്റൻസ് ഉള്ളത്, ഇവിടെ RG എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് അല്ലേ. സോ ഇവിടെ RI വിൽ ബി ഈക്വൽ ടു RG. RG എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം R1 പാരലൽ R2 വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റർ, R1 പാരലൽ R2 ആണ് RG. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI വിൽ ബി ഈക്വൽ ടു RG, which will be equal to R1 parallel R2. So this is the input resistance of common source amplifier. Now second parameter is output resistance. Output resistance എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഡ്രെയിൻ ടെർമിനലിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ആ സമയത്ത് എന്തായിരിക്കണം, നമ്മുടെ ഇൻപുട്ട് സൈഡ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കണം. VI will be equal to 0 ആയിരിക്കും. ആ ടൈമിൽ VI will be equal to 0 ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അവിടെയുള്ള വോൾട്ടേജ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കുക, അതായത് ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഡ്രെയിൻ ടെർമിനൽ സൈഡിലേക്ക് നോക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് എന്താ ഉള്ളത്, ഈ RD ഉണ്ട്, RO ഉണ്ട്. ഇത് രണ്ടും പാരലൽ ആയിട്ടാണുള്ളത് അല്ലേ. RDയും ROയും പാരലൽ ആയിട്ടല്ല ഉള്ളത്. ഓക്കെ, so the output resistance RO will be equal to RD parallel R0. Okay, അല്ലെങ്കിൽ RD parallel RO. So this is the output resistance. Now third parameter is voltage gain. Okay, നമ്മൾ ഇവിടെയുള്ള വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് ഇൻപുട്ട് വോൾട്ടേജ് VI എന്ന് പറയുന്നത് തന്നെയല്ലേ ഇവിടെയുള്ള VGS. VI is equal to VGS. ഓക്കെ, ഈ VI ആണ് ഇവിടെയുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VGS ആണ് ഇവിടെ. ഓക്കെ, നൗ ഫ്രം ഔട്ട്പുട്ട് സൈഡിൽ എന്താ, Vout വിൽ ബി ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് R ഇക്വലന്റ് ഇൻറ്റു ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ID ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ, ID എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക. ഇതിപ്പം പ്ലസ് മൈനസ് ആണെങ്കിൽ ID ഇവിടെ വരുന്ന ഈ ഔട്ട്പുട്ട് സൈഡിലേക്ക് വരുമ്പം ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്താ, മൈനസ് ടു പ്ലസ് ആണ്. സോ അവിടെ ഒരു മൈനസ് സൈൻ ഇവിടെ ഉണ്ടാവും. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മൈനസ് സൈൻ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് VO വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് R equivalent into ID, minus of
R equivalent into ID ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, നൗ R equivalent എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള R equivalent എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 3 റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അതിന്റെ 3ന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 3ഉം പാരലൽ ആയിട്ടാണ് ഉള്ളത്. സോ R equivalent will be equal to RL parallel RD parallel R0. ഓക്കെ, സിമിലർലി ID എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം ID equal to GM into VGS. ID is equal to GM into VGS. R equivalent will be equal to R0 parallel RD parallel RL. Okay, R equivalent equal to R0 parallel RD parallel RL ആണ്. ഓക്കെ, സോ നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ AV എന്ന് പറയുന്ന വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയത്? -GM into VGS into R equivalent എന്ന് പറഞ്ഞാൽ ഏതാണ്? R0 parallel RD parallel RL ആണ്. ഓക്കെ, this is the VO. then VI എന്ന് പറഞ്ഞാൽ എന്താ? VI equal to VGS ആണ്. ഓക്കെ, VI equal to VGS ആണ്. സോ VGS cancel ആയി. സോ AV എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? -GM into R0 parallel RD parallel RL. ഓക്കെ, സോ AV voltage gain is equal to -GM into R0 parallel RD parallel RL. So this is the voltage gain. So ഇവിടെ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ R0 എന്ന് പറയുന്ന ചാനൽ ലെങ്ത് മോഡുലേഷന്റെ റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഗെയിൻ എന്താവും? ഇവിടെ AV will be equal to -GM into RD parallel RL. ഏത് കേസിലാണ്? ചാനൽ ലെങ്ത് മോഡുലേഷൻ, അതായത് ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു 0 എടുക്കുന്ന സമയത്ത് R0 എന്ന് പറയുന്ന നമ്മുടെ സ്മോൾ സിഗ്നൽ മോഡലിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 0. സോ ഗെയിൻ വിൽ ബി ഈക്വൽ ടു AV ഈക്വൽ ടു -GM into RD parallel RL ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് small signal analysis of common source amplifier. With this, I am concluding today's class.